പി രാമചന്ദ്രൻ അവരുടെ ഒരു പൊതുദർശനം ജനങ്ങളെല്ലാം ഓൾറെഡി എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജീവ് മിനിസ്റ്ററും ഇപ്പോൾ ഉടനെ തന്നെ എത്തും. വിൽ പേ ലാസ്റ്റ് റെസ്പെക്ട്സ്. ആൻഡ് ഇതിനു ശേഷം 9 മണിക്ക് ശേഷം നമ്മൾ ക്രമേഷന് കൊണ്ടുപോകും. ഈ വീട്ടിലെ ചടങ്ങുകളും അതിനുശേഷമുള്ള ക്രമേഷനും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്, എത്ര മണിക്കാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? ഇല്ല, അത് 9 മണിക്ക് ശേഷമാണ്. എക്സാക്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം. 9 മണിക്ക് ശേഷമാണ്. ഇവിടെ പൊതുദർശനം 9 മണി വരെ ഉണ്ട്. അതിനുശേഷം ഫാമിലിയുടെ അവരുടെ വിഷസ് അനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ക്രമേഷനിലേക്ക് കൊണ്ടുപോകും. ഇല്ല, ഓൾറെഡി നമ്മൾ ബോഡി റിസീവ് ചെയ്തപ്പോൾ പ്രസാദ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് രാജീവ് മിനിസ്റ്ററിനെയാണ് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. ഓക്കെ. ജില്ലാ കളക്ടർ NSK ഉമേഷ് സംസാരിക്കുകയായിരുന്നു. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. ജമ്മു കാശ്മീരെ ബന്ദിപ്പോരയിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവയ്പ്പുണ്ടതായി റിപ്പോർട്ട് വരുന്നു. സുരക്ഷാ സേനയുടെ തിരച്ചിലിനിടെയാണ് വെടിവയ്പ്പുണ്ടായത്. മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയപ്പോഴാണ് വെടിവയ്പ്പ് ഉണ്ടായത്. ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ചങ്ങമ്പുഴ പാർക്കിൽ തടിച്ചുകൂടിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇടത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു നോക്ക് കാണാനും രാമചന്ദ്രൻ അന്ത്യ വിട ചൊല്ലുവാനും വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ്. ഒരുപക്ഷെ ആളുകൾ വളരെ ഞെട്ടലോടെ നടുക്കത്തോടെ മാത്രമാണ് ഈ തീവ്രവാദി ആക്രമണത്തെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞത്. 26 നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ്, ഒരു രീതിയിലും തോക്കേന്തിയിട്ടില്ലാത്ത വിനോദസഞ്ചാരികളെയാണ് ഈ നരാധമന്മാർ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് AK-47 പോലെയുള്ള അത്യന്താധുനിക തോക്കുകൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയത് എന്ന് കാര്യം പറയുക.